ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് അല്ലേ നമ്മൾ മീൻ കറി വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ മീൻ കറിയാണ്. ആദ്യമേ തന്നെ ഒരു പാൻ എടുക്കാം. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 2.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 2 പച്ചമുളക് കീറിയതും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു 3-4 കുടംപുളിയും കൂടെ കുതിർത്ത് വെച്ചും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം ചേർത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അവസാനം ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് കഴിയുമ്പോൾ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ. എന്നിട്ട് അത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് മീൻ കറി ഒന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചും കൂടെ വെക്കണം. 10-15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മീൻ കറി സെറ്റ് ആവും. അങ്ങനെ നമ്മുടെ മീൻ കറിയെല്ലാം 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഒന്ന് കൂട്ടി നോക്കണം. സൂപ്പർ ടേസ്റ്റ്.